IPL തിരികെ വരുമ്പോഴുള്ള കൺഫ്യൂഷൻസ്. മെയ് 17-ാം തീയതി പൂർവാധികം ശക്തിയോടുകൂടി ഇന്ത്യൻ പ്രീമിയർ ലീഗ് മത്സരങ്ങളൊക്കെ തുടക്കം കുറിക്കുമ്പോഴേ ചില കാര്യങ്ങളിൽ ചില സംശയങ്ങൾ അവിടെ ഇങ്ങനെ നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ചും പല താരങ്ങളും മടങ്ങി വരുമോ, മടങ്ങി വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇവർ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളുണ്ടോ? അതെ, ചില ടീമുകൾക്ക് നല്ല 8ന്റെ പണി വെയിറ്റിംഗ് ആണ്. ആ 8ന്റെ പണിയെക്കുറിച്ചും ഏതൊക്കെ ടീമുകൾക്കാണ് ആ പണി കിട്ടാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുപോലെ തന്നെ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട പഞ്ചാബ് ഡൽഹി മത്സരം റീസ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് നോക്കാം. ഒന്നാമത്തെ പണി കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഗുജറാത്ത് ടൈറ്റൻസിനാണ് കേട്ടോ. അവരുടെ ടീമിന്റെ കരുത്ത്, ബാറ്റിംഗ് ഓർഡറിന്റെ നെടും തൂണെന്ന് പറയുന്നത് അവരുടെ ടോപ്പ് ഓർഡറാണ്. ഗില്ലും ബട്ട്ലറും സായി സുദർശനും ചേർന്ന് നിൽക്കുന്ന ആ ഒരു അറ്റാക്ക്. എന്തായാലും ബട്ട്ലറിന് ഗുജറാത്ത് പ്ലേ ഓഫിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തുടരാൻ കഴിയുമോ എന്നുള്ളത് സംശയമാണ്. കാരണം മെയ് 29-ാം തീയതി ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് പരമ്പര തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ബട്ട്ലറിന് അവിടേക്ക് പോകേണ്ടി വരും. കഴിഞ്ഞില്ല RCBയിൽ നിന്ന് ഫിൽസാൾ, CSKയിൽ നിന്ന് മോയിൻ അലി, സാം കറൻ, മുംബൈയിൽ നിന്ന് വിൽ ജാക്സ് തുടങ്ങിയവരും കളം വിടും. വെസ്റ്റ് ഇൻഡീസ് താരമായിട്ടുള്ള റൊമാരിയോ ഷെപ്പയുടെ RCBക്കും അൽസാരി ജോസഫ് ഗുജറാത്തിന്റെയും കയ്യിൽ നിന്ന് പോകും. പണികൾ കഴിഞ്ഞിട്ടില്ല. നെക്സ്റ്റ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മത്സരങ്ങൾ ജൂൺ 11-ാം തീയതി തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ടുമാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഓസ്ട്രേലിയൻ, സൗത്ത് ആഫ്രിക്കൻ ടീമുകളിലെ പല താരങ്ങളും ആ ഒരു ടീം ക്യാമ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കൊണ്ട് തന്നെ അവർക്ക് മത്സരങ്ങൾ നഷ്ടമായേക്കാം. അങ്ങനെയാണെങ്കിൽ ഡൽഹിക്ക് സ്റ്റാർക്കിനെ നഷ്ടമാവും, RCBക്ക് ഹേസൽവുഡിനെ നഷ്ടമാവും. ഹേസൽവുഡിനെ നഷ്ടമാകുന്നത് ഈ ഒരു ക്യാമ്പ് കാരണം മാത്രമല്ല, പുള്ളിക്ക് പരിക്കായിട്ടുണ്ട്. അതുകൊണ്ട് തിരിച്ച് ജോയിൻ ചെയ്യുമോ എന്നുള്ളത് സംശയമായിട്ട് നിൽക്കുകയാണ്. RCBക്ക് വേറെ ഉണ്ട് പണി കേട്ടോ. ദേവദത്ത് പടിക്കൽ പരിക്ക് കാരണം ടീമിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു. മായങ്ക് അഗർവാളിനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ക്യാപ്റ്റൻ രജത് പടിദാറിനും പരിക്കാണെന്നുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അല്ലേലും ഞങ്ങളൊന്ന് രക്ഷപ്പെട്ടു വരുമ്പോൾ, ഞങ്ങളൊന്ന് മുന്നോട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും പണി ഞങ്ങൾക്ക് എല്ലാ കാലവും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ RCB വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം ഞാൻ പറഞ്ഞിരുന്നു, ഡൽഹി പഞ്ചാബ് മത്സരം റീസ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 10 ഓവറുകൾ മാത്രം എറിഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ട മത്സരം. ഇനി എങ്ങനെ ആയിരിക്കും? ഈ 10 ഓവറിന്റെ ബാലൻസ് ആയിരിക്കുമോ കളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, ഒരു പുതിയ ഗെയിമായിട്ടായിരിക്കും മെയ് 20-ാം തീയതി ഡൽഹി പഞ്ചാബ് മത്സരം നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതുവരെയുള്ള സ്കോർ എല്ലാം അയച്ചു വരാം. എന്തായാലും വമ്പൻ പോരിലേക്ക് എല്ലാ ടീമുകളും സെറ്റായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഞാൻ നിലവിലെടുക്കുന്നത് 5 ടീമുകളാണ്. 2014 ശേഷം ആദ്യമായിട്ട് പ്ലേ ഓഫിലേക്ക് മാർച്ച് ചെയ്യാൻ കാത്തിരിക്കുന്ന പഞ്ചാബ്, 18ാം നമ്പർ ജേഴ്സിക്കാരൻ വിരാട് കോഹ്ലിക്ക് വിരോചിതമായ ഒരു കപ്പ് നൽകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന RCB, മുന്നോട്ട് കുതിക്കാൻ കാത്തിരിക്കുന്ന ഡൽഹി, പിന്നിൽ നിന്ന് മുന്നിലേക്ക് കുതിച്ചു വന്നിട്ടുള്ള മുംബൈ ഇന്ത്യൻസ്, തുടക്കം മുതൽ മുന്നേറ്റ നിരയുടെ കരുത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഗുജറാത്ത് ടൈറ്റൻസ്. ഇവരിൽ ആരാകും ഇന്ത്യൻ പ്രീമിയർ ലീഗ് 18ാം സീസണിൽ കിരീടമുയർത്താൻ പോകുന്നത്? അതോ പിന്നിൽ നിന്ന് ആരെങ്കിലും കുതിച്ചു കയറുമോ? കമന്റ് ബോക്സ് പറയട്ടെ.